സൂര്യചന്ദ്ര ടാരോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അത്തം നക്ഷത്ര ജാതകരുടെ മെയ് 2025 ടാരോട്ട് റീഡിംഗ് ആണ് ഇവിടെ നോക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യുക. നമുക്ക് അത്തം നക്ഷത്ര ജാതകർക്ക് ടാരോട്ട് കാർഡുകൾ ഏതൊക്കെയാണ്, ടാരോട്ട് കാർഡിലൂടെ എന്താണ് പ്രപഞ്ചശക്തിക്ക് പറയാനുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്ന ഏസ് ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്പ്, 10 ഓഫ് പെന്റിക്കിൾസ്, ചാരിയറ്റ്, കിങ് ഓഫ് സോർഡ്സ്. ഇവിടെ ഏസ് ഓഫ് കപ്സ് ആദ്യത്തെ കാർഡായിട്ട് വരുമ്പോൾ ഈ ഒരു മാസം ആത്മീയ ഉണർവിന്റെ ഒരു മാസമാണ്. സ്പിരിച്വലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാസമാണ്. വൈകാരികമായ തുടക്കങ്ങൾ, പുതിയ ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു മാസമാണ്. അത് ചിലപ്പോൾ ഒരു ലവ് റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആവാം. പുതിയ അവസരങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ പ്രപഞ്ചശക്തിയുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മാസം കൂടിയാണ്. ഈ ഒരു മാസം നിങ്ങളുടെ ശക്തിയായി മാറുന്നത് ഇമോഷണൽ ഇന്റലിജൻസ്, അതായത് നിങ്ങൾ ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അത്ത നക്ഷത്രക്കാരൻ. അവരുടെ ആ ഒരു ഇമോഷണൽ ഇന്റലിജൻസ്, ഇമോഷണൽ ഫീലിങ്സ്, പക്വതയോടെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, മറ്റുള്ളവരോടുള്ള വൈകാരികമായ അനുകമ്പ, ഇതൊക്കെ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊണ്ടുവന്ന് തരുന്നു. ഇവിടെ 10 ഓഫ് പെന്റിക്കിൾസ് വരുമ്പോൾ സാമ്പത്തിക സ്ഥിരത, കുടുംബത്തിലെ ഐക്യം, സ്റ്റേബിൾ ആയിട്ടുള്ള സമ്പത്ത്, അത് ചിലപ്പോൾ പാരമ്പര്യ സ്വത്തൊക്കെ ആവാം, അത് ലഭിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ചാരിയറ്റ് കാർഡ് വരുമ്പോൾ ഒരു മേജർ അർക്കാന കാർഡാണ്. അതായത് പ്രപഞ്ചശക്തിയാണ് അത് നിയന്ത്രിക്കുന്നത്. ഇതിലൂടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കരിയറിൽ ഒരു കോമ്പറ്റീറ്റീവ് സിറ്റുവേഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് വേഗത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. ഡിസിഷൻ മേക്കിംഗ് അത് സ്പീഡായിട്ട് ചെയ്യണം എന്നാണ്. കോൺഫിഡൻസ്, വിൽ പവർ ഒക്കെ ഇവിടെ ആവശ്യമാണ്. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കരിയറിൽ ധനപരമായി നേട്ടം ഉണ്ടാവൂ. ഇവിടെ പ്രപഞ്ചശക്തിയുടെ ഗൈഡൻസ് മെസ്സേജ് ആയി വന്നിരിക്കുന്നത് കിങ് ഓഫ് സോർഡ്സ് ആണ്. അത് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കി നിങ്ങളുടെ വൈകാരിക ബുദ്ധിയും ലോജിക്കൽ ടാക്ടിക്സിലൂടെയും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന് പറയുന്നു. നിങ്ങളുടെ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇമോഷനെ നിങ്ങളെ വഴിതെറ്റിക്കാൻ കഴിയാതെയും ഇരുന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ സക്സസ് ആക്കി മാറ്റാൻ കഴിയും. നിങ്ങളൊരു ഓപ്പൺ ഹാർട്ടഡായി പ്രവർത്തിക്കുക. മൈൻഡ് ഷാർപ്പാക്കി വെക്കാൻ നിങ്ങളുടെ ഉള്ളിലെ അനുകമ്പ, ഇൻറ്റ്യൂഷൻസ് ഉപയോഗിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക. ഈ കാർഡ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ, റിസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.